അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വഴിയരികിൽ പതിവനായി ചിരിച്ചു നിൽക്കും ബൈജു, അടിതെറ്റിയാൽ ഓടയിലും കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു. അങ്ങനെ ഭയങ്കര ഒരു ദൃഢത കൊടുത്ത് പാടാത്ത എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ആ ഒരു വേർഡ് ഞാനായിട്ട് പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി എന്റെ തലയിൽ കൂടെ എല്ലാവരും കൂടെ കയറണ്ടല്ലോ. ഏതായാലും ബൈജു ഒക്കെ ഇപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബൈജു നോക്കി നിന്നട്ടോ, നിന്റെ ഒക്കെ പേരിൽ കേസ് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടിതെറ്റിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു. ഇഷ്ടം പോലും മേടിക്കുന്ന ആളാ. ഇനി ഇത് കാണുന്ന ആൾക്കാരായിരിക്കും നിനക്ക് ഇതല്ലാണ്ട് വേറെ ഒരു പണിയില്ലെന്ന്. സത്യം പറഞ്ഞാല് വേറെ പല പണികളും ഉണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നമ്മൾ അതും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ. കാരണം നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ പോലും അല്ലെ, നമ്മുടെ ഡെവലപ്മെന്റ് എയിമിനെ പോലത്തെ അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കൾ വന്ന് പറയാണ് ഇതൊന്നും പാടില്ല, ഭയങ്കര മോശമായി പോയി. മറ്റേ ഒരു സീനുണ്ടല്ലോ നമ്മുടെ മറ്റെന്ത് കണാരനായിരുന്നു, നമ്മുടെ ജാലിയൻ കണാറിന്റെ ഒരു ജാലിയൻ കണാരൻ തന്നെ അല്ലായിരുന്നോ, ഹരീഷ് പിഷാരുടെ അല്ല മറ്റോ നിർമ്മൽ പാലാകിന്റെ തോന്നുന്നു കേട്ടോ. ഒരു തോറ്റു കഴിഞ്ഞാൽ ഒരു ഒരു അതില്ലേ നമ്മൾ ഇന്നും പറയാൻ പറ്റോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റോ, നമ്മള് നാളെയും കാണണ്ടേ. നമ്മൾ നാളെയും കാണണ്ടേ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 8ാം ക്ലാസ് പഠിക്കുമ്പോ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം, എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് കൈ കുത്തി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ, നാണമില്ലേ ഇങ്ങനെ നാണമില്ലേ ഇങ്ങനെ പറയാൻ, നാണമില്ലേ ഇങ്ങനെ പറയാൻ. നമ്മൾ നാളെയും കാണണ്ടേ. നമ്മൾ നാളെയും കാണണ്ടേ. ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്. വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എങ്കിലും അറിയാണ്ട് പറഞ്ഞു പോവാണ്. എങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ഈ പറഞ്ഞ പാർട്ടിനെ ഓക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വികാരം, മതവികാരം വ്രണമൊക്കെ പെടുത്തിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി എടുത്ത ടീമാണ് നമ്മുടെ CJP-യിലെ BJP.